ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധം തുടങ്ങി ദിവസങ്ങളായി എങ്കിലും ഏത് ദിശയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയാനാകാത്ത സ്ഥിതിയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയെ വധിച്ചാൽ ഇറാൻ കീഴടങ്ങും എന്നാണ് ഇസ്രായേലും അമേരിക്കയും കരുതിയത്. അസാധാരണ യുദ്ധനീതിയുമായി ആക്രമണം തുടങ്ങിയവർക്ക് മുന്നിൽ അസാധാരണ ധൈര്യവും യുദ്ധതന്ത്രവുമാണ് ഇറാൻ കാട്ടുന്നത്. തലയില്ലാത്ത ഉടലിന് നിലനിൽപ്പില്ല എന്ന് വിശ്വസിച്ച അമേരിക്കയോടും ഇസ്രായേലിനോടും. ഉടൽ മുഴുവൻ തലയാണ് എന്ന് വിളിച്ചു പറയുന്നത് പോലെയാണ് ഇറാന്റെ തിരിച്ചടി. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെ മാത്രമാണ് ആക്രമിക്കുന്നത്. ഇറാനാകട്ടെ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന മിസൈലുകളുടെ പ്രഹര പരിധിയിൽപ്പെട്ട ഇസ്രയേലിനെ ആക്രമിക്കുന്നു. മാത്രമല്ല, യുദ്ധത്തിൽ പങ്കാളിയായ അമേരിക്കയുടെ സൗഹൃദ രാജ്യങ്ങളിലും മിസൈലുകൾ അയക്കുന്നു. ഒമാനെ പോലും ആക്രമിക്കുന്നു. ഒരേ സമയം ഇത്രയും രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ ഇറാന് കഴിയുന്നു എന്നത് ഇസ്രയേലിനെയും അമേരിക്കയെയും അമ്പരപ്പിക്കുന്നതാണ്. ആയുധ ശക്തിയിൽ വളരെ പിന്നിലാണ് എങ്കിൽ കൂടി വളരെ ഫലപ്രദമായ ആക്രമണമാണ് ഇറാൻ നടത്തുന്നത്. യുദ്ധത്തിൽ തളർച്ചയോ കീഴടങ്ങാനുള്ള സന്നദ്ധതയോ ഇറാനില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം വലിയ നാശനഷ്ടങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും ഇതുവരെ ഇറാനിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതൊന്നും തങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന രീതിയിലാണ് ഇറാന്റെ തിരിച്ചടി. യുദ്ധം 4 ആഴ്ച വരെ നീളാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ അവിടെയൊന്നും ഇത് നിൽക്കില്ല എന്ന അറിവ് ഇറാനുമുണ്ട്. ഉക്രൈൻ റഷ്യ യുദ്ധം പോലെ വർഷങ്ങളോളം നീളുമോ എന്ന ആശങ്ക ലോകത്തിനുണ്ട്. യുദ്ധം നീളും തോറും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ സഞ്ചാരവും തടസ്സപ്പെടും. ഏഷ്യയുടെയും യൂറോപ്പിന്റെയും ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഹോർമൂസ് കടലിടുക്ക് തുറന്നു കിട്ടുക എന്നത് പ്രധാനമാണ്. അതിനാൽ ലോകത്തിന്റെ സമ്മർദ്ദം യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും മേൽ ഉണ്ടാകുമെന്നും ഇറാൻ കണക്കുകൂട്ടുന്നുണ്ട്. അപ്പോഴാണ് പ്രസക്തമായ ചോദ്യം: എന്ന് തീരും ഈ യുദ്ധം? എങ്ങനെ അവസാനിക്കും ഈ യുദ്ധം? യുദ്ധാനന്തരം ലോകക്രമം എങ്ങനെ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം യുദ്ധം കഴിയുമ്പോൾ എന്താകും ഇറാനിലെ അവസ്ഥ എന്നാണ്. യുദ്ധാനന്തരം അടുത്ത ഇറാഖാകുമോ ഇറാൻ എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. കാരണം ഇറാഖിലും ഇറാനിലും യുദ്ധത്തിന് കാരണമായി പറഞ്ഞത് ഒരേ കാരണമാണ്: ഭരണമാറ്റം. ഇറാഖിൽ ഭരണതലവനായ സദ്ദാം ഹുസൈനെ വധിച്ചു. ഇറാനിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെയും വധിച്ചു. ഇറാഖിൽ വൻ നാശമുണ്ടാക്കാൻ കഴിവുള്ള ആയുധങ്ങൾ, ജൈവായുധവും രാസായുധവും ഉൾപ്പെടെ ഉണ്ടെന്ന് പറഞ്ഞാണ് ആക്രമണം തുടങ്ങിയത്. അത് കളവായിരുന്നുവെന്ന് പിന്നീട് വെളിപ്പെട്ടു. ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കാൻ പദ്ധതിയിട്ടതുകൊണ്ടാണ് ബോംബ് വർഷം തുടങ്ങിയത് എന്ന് അമേരിക്ക പറഞ്ഞു. എന്നാൽ അങ്ങനെ ഒരു അറിവില്ലായിരുന്നുവെന്ന് പെന്റഗണിലെ ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തി. ഇതാണ് രണ്ടിടത്തും നടന്നതിലെ സാമ്യം. പക്ഷേ ഇറാൻ ഇറാഖിനെ പോലെയല്ല. വളരെ വ്യത്യസ്തമായ ഇച്ഛാശക്തിയും യുദ്ധതന്ത്രവുമുള്ള രാജ്യമാണ്. ഇറാഖിൽ 23 വർഷം മുൻപ് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കണം. 2003 ജോർജ് W. ബുഷ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സദ്ദാം ഹുസൈന്റെ ഇറാഖിലേക്ക് അമേരിക്ക കടന്നു. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സേനയുടെ പിന്തുണയോടെ ആയിരുന്നു സൈനിക നടപടി. ലക്ഷ്യം ഇറാഖിന്റെ കൈവശമുള്ള വലിയ നാശം വിധിക്കുന്ന ആയുധങ്ങൾ അഥവാ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഇല്ലാതാക്കുക. ഇറാനിലേതിന് സമാനമായി മഹത്തായ മറ്റൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നു: ആ രാജ്യത്തിലെ ജനങ്ങളെ സ്വതന്ത്രരാക്കുക. അസംസ്കൃത എണ്ണ വലിയ തോതിലുള്ള രാജ്യമായിരുന്നു ഇറാഖ്. ഇറാനും അങ്ങനെ തന്നെയാണ്. അതിനാൽ അത്തരം രാജ്യങ്ങളിലെ ജനങ്ങൾക്കായി അമേരിക്ക ചെയ്യുന്ന സേവനം സ്വയം സേവിക്കൽ മാത്രമാണ് എന്ന് ആർക്കും മനസ്സിലാകും. ഇറാഖ് യുദ്ധത്തിൽ 2 ലക്ഷത്തിലേറെ ഇറാഖികളും 4500 അമേരിക്കൻ സൈനികരുമാണ് കൊല്ലപ്പെട്ടത്. വളരെ പെട്ടെന്ന് തന്നെ സദ്ദാം ഹുസൈൻ ഭരണകൂടം പരാജയപ്പെട്ടു. സദ്ദാം ഹുസൈൻ ഒരു തുരങ്കത്തിൽ ഒളിച്ചുവെങ്കിലും 2006 അമേരിക്കൻ സൈനികർ പിടികൂടി വിചാരണ നടത്തി തൂക്കിക്കൊന്നു. 1982 148 ഷിയ വിഭാഗക്കാരെ കൂട്ടക്കൊല ചെയ്തു എന്നതായിരുന്നു കുറ്റം. സദ്ദാം ഹുസൈന്റെ മരണത്തോടെ ദൗത്യം പൂർത്തിയായി എന്നാണ് ബുഷ് പറഞ്ഞത്. പക്ഷേ അത് വേറെ പലതിൻ്റെയും തുടക്കമായിരുന്നു. 23 വർഷങ്ങൾക്കിപ്പുറം ഇറാഖ് സാമ്പത്തികമായും സാമൂഹികമായും തകർന്ന അവസ്ഥയിലാണ്. വർഷങ്ങളായി രാഷ്ട്രീയ അസ്ഥിരതയിലും. സദ്ദാം ഹുസൈന്റെ മരണം മുതൽ ഇതുവരെ 5 പ്രതിനിധി സഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. 329 സീറ്റുള്ള പ്രതിനിധി സഭയിൽ ഒരു പാർട്ടിക്ക് പോലും ഒരിക്കലും 100 സീറ്റുകളിൽ പരം നേടാൻ കഴിഞ്ഞിട്ടില്ല. യുദ്ധാനന്തരവും അമേരിക്കൻ സൈന്യങ്ങൾ പിൻവലിഞ്ഞ ശേഷവും പ്രാദേശിക സായുധ സംഘങ്ങളും ഭരണകൂടത്തിന്റെ അടുപ്പക്കാരും തമ്മിൽ വെടിവെപ്പുണ്ടാവുകയും സർക്കാർ ഓഫീസുകളിൽ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. സദ്ദാം ഹുസൈന്റെ മരണത്തോടെ സുന്നി സമുദായക്കാർ ഷിയ പ്രാർത്ഥനാലയങ്ങളിൽ ബോംബിടാൻ തുടങ്ങി. അസംസ്കൃത എണ്ണ മാത്രമാണ് ഇന്നും ഇറാഖിന്റെ സാമ്പത്തിക സ്രോതസ്. 2011 അമേരിക്കൻ സൈന്യം പൂർണ്ണമായും ഇറാഖിൽ നിന്ന് മാറിയതോടെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടന ജനങ്ങൾക്ക് വെല്ലുവിളിയായി. അമേരിക്ക വീണ്ടും എത്തി 2019 പല നഗരങ്ങളിലെയും IS-ന്റെ ഭരണം അവസാനിപ്പിച്ചത്. അങ്ങനെ ജനങ്ങളെ സ്വതന്ത്രരാക്കാൻ യുദ്ധം നടത്തിയ അമേരിക്ക ശരിക്കും അവരെ പെരുവഴിയിലാക്കിയിട്ടാണ് ആ രാജ്യം വിട്ടത്.
ഇറാനിലെ കാര്യങ്ങൾ പക്ഷേ വ്യത്യസ്തമാണ്. സൈന്യം വളരെ മികച്ച രീതിയിൽ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. എപ്പോഴും യുദ്ധസജ്ജവും. യുദ്ധം ഏത് നിമിഷവും ഉണ്ടാകാം എന്ന തയ്യാറെടുപ്പിലാണ് എപ്പോഴും ഇറാൻ. റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന ശക്തമായ യൂണിറ്റ് ഉണ്ട്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഖമനേയിയുടെ ആജ്ഞ നേരിട്ട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘം. ഇതിനു പുറമെ ലെബനനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂഥികൾ എന്നിങ്ങനെ സായുധ ഗ്രൂപ്പുകളെയും ഇറാൻ വളർത്തിയെടുത്തിട്ടുണ്ട്. അമേരിക്ക കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ഇറാൻ തളർന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. സൈനികരെ കരയുദ്ധത്തിനായി വിന്യസിക്കുമെന്ന ബൂട്ട്സ് ഓൺ ദി ഗ്രൗണ്ട് പ്രയോഗം ട്രംപിന് പിൻവലിക്കേണ്ടി വരുമെന്നാണ് ചില യുദ്ധകാര്യ വിദഗ്ധർ പറയുന്നത്. അങ്ങനെ ചെയ്താൽ അമേരിക്കയുടെ ടോമോഹാക്ക്, പേട്രിയറ്റ് മിസൈലുകൾ ഇറാന് മുന്നിൽ പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ. അമേരിക്കയുടെ സൈനിക നാശം വല്ലാതെ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അതിനിടെ ഖമനേയിയുടെ പിൻഗാമി ആരായാലും വധിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. അമേരിക്ക ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ ഖമനേയി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനിൽ ഭരണ തുടർച്ച പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ ഒരു പ്രഖ്യാപനം. ഇറാന്റെ പുതിയ നേതൃത്വത്തെയും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത്. ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന സൈനിക നീക്കത്തിന്റെ ഭാഗമായാണ് ഖമനേയിയുടെ പിൻഗാമിയെയും ലക്ഷ്യമിക്കുന്നത്. അധികാരമേൽക്കുന്ന വ്യക്തിയുടെ പേരോ ഒളിത്താവളമോ പ്രശ്നമല്ല എന്നും ഇസ്രായേൽ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുമായി സഹകരിച്ച് ഇറാന്റെ സൈനിക ശേഷി തകർക്കുമെന്നും നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ഇറാനിലെ ജനങ്ങളെ സഹായിക്കുമെന്നുമാണ് ഇസ്രായേലിന്റെ വാദം. ആയത്തുള്ള ഖമനേയി ഔദ്യോഗികമായി ഒരു പിൻഗാമിയെ പ്രഖ്യാപിക്കാത്തത് ഇറാനിലെ ഭരണ തുടർച്ചയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. നിലവിൽ മുതിർന്ന പുരോഹിത സഭ രഹസ്യമായി ഒത്തുചേർന്നാണ് പുതിയ നേതാവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഇറാനിൽ ജനാധിപത്യം കൊണ്ടുവരുമെന്ന് അമേരിക്കയും ഇസ്രായേലും ആവർത്തിക്കുമ്പോഴും വെനസ്വേലയിലേതിന് സമാനമായ രീതിയിൽ ഭരണം പിടിച്ചെടുക്കാനുള്ള സാധ്യതകളാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. പശ്ചിമേഷ്യയാകെ യുദ്ധഭീതിയിലാഴ്ത്തിയ ഈ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ രക്തച്ചൊരിച്ചിലിന് കാരണമാകുമോ എന്ന ആശങ്കയിലാണ് ലോകം. ഡൊണാൾഡ് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും എല്ലാ അനുമാനങ്ങളും കണക്കുകൂട്ടലുകളും തെറ്റിച്ച ഒരു യുദ്ധമാണ് ഇപ്പോൾ ഇരുകൂട്ടരും ഇറാനിൽ തുടങ്ങിയതും നടത്തിക്കൊണ്ടിരിക്കുന്നതും. തുടങ്ങി കുടുങ്ങി എന്ന് നല്ല നാടൻ പ്രയോഗത്തിൽ പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയാകില്ല. കാരണം വളരെ വേഗത്തിൽ പരിപാടി അവസാനിപ്പിച്ച് സ്വന്തം സാമ്രാജ്യം ഇറാൻ മണ്ണിൽ സ്ഥാപിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ട്രംപിനും നെതന്യാഹുവിനും ഒട്ടും ആശ്വാസകരമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ യുദ്ധം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 4-5 ദിവസത്തിനകം ഇറാനെ മുട്ടുകുത്തിക്കാമെന്ന് കരുതിയ ട്രംപിന് തെറ്റി. യുദ്ധം തുടങ്ങി 24 മണിക്കൂറിനകം തന്നെ 3-4 ആഴ്ച അഥവാ 1 മാസമെങ്കിലും യുദ്ധം നീണ്ടുപോകുമെന്ന് ട്രംപിന് തന്നെ പറയേണ്ടി വന്നു. വ്യാപകമായി അക്രമം നേരിടേണ്ടി വന്നു. ഇസ്രായേലിന്റെ പേരുകേട്ട ഇന്റർസെപ്റ്ററുകൾ പോലും നോക്കുകുത്തികളായി. എന്തിനധികം പുകൾപെറ്റ അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ പോലും ആക്രമിക്കപ്പെട്ടുവെന്ന് പറയുമ്പോൾ ഇറാൻ കാഴ്ചവെക്കുന്ന മനോധൈര്യവും പോരാട്ട വീര്യവും എത്രത്തോളമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇറാന് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറം തിരിച്ചടി കിട്ടുന്നുണ്ട് എങ്കിൽ കൂടി. ചുരുക്കത്തിൽ പതിറ്റാണ്ടുകൾക്കിടയിൽ ആസൂത്രണം ചെയ്ത അത്രയും വിശാലവും വിപുലവുമായ സൈനിക നീക്കം പ്രതീക്ഷിച്ച പോലെ നടന്നില്ല. അല്ലെങ്കിൽ ഫലം കണ്ടില്ല. ഒരർത്ഥത്തിൽ പ്ലാനിംഗ് പരാജയപ്പെട്ടു എന്ന് പോലും സംശയിക്കാം. യഥാർത്ഥത്തിൽ ട്രംപ് ഭരണകൂടവും നെതന്യാഹുവും കരുതിയത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തീരുന്ന ഒരു യുദ്ധമായിരുന്നു ഇറാനിലേത്. 4-5 ദിവസം കൊണ്ട് ഇറാനെ വീഴ്ത്തി അവിടെ തങ്ങളുടെ പാവ ഗവൺമെന്റിനെ സ്ഥാപിക്കാമെന്ന് അവർ കണക്കുകൂട്ടി. അമേരിക്ക പണ്ട് ഇറാഖിലും അടുത്തിടെ വെനസ്വേലയിലും എല്ലാം ചെയ്തതുപോലെ. പക്ഷേ വെനസ്വേല പോലെ എളുപ്പമല്ല ഇറാനെ കീഴടക്കുന്നത് എന്ന് വഴിയെ മനസ്സിലാക്കി. സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമനേയി, പ്രതിരോധ മന്ത്രി, ചീഫ് ഓഫ് സ്റ്റാഫ്, റവല്യൂഷണറി ഗാർഡ് കമാൻഡർ എന്നിവരെയെല്ലാം തുടക്കത്തിലെ കൊലപ്പെടുത്തിയാൽ ഇറാൻ നിരുപാധികം ആയുധം വെച്ച് കീഴടങ്ങുമെന്ന് അമേരിക്ക കണക്കുകൂട്ടി. പക്ഷേ അവർ ചെറുത്തുനിന്നു, പ്രതിരോധിച്ചു, പ്രത്യാക്രമണം നടത്തി, തിരിച്ചടിച്ചു. ഒരിക്കൽ ഇറാന്റെ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങിയ ജനങ്ങൾ ഒരിക്കൽ കൂടി തെരുവിലിറങ്ങി. തങ്ങൾ സമരം ചെയ്ത ഭരണകൂടം വീഴുന്നത് കണ്ട് ആഘോഷിക്കാനല്ല, മറിച്ച് പ്രതികാരം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യാൻ. ഖമനേയി മരിച്ചപ്പോൾ ചില ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെയാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയത്. ചില പ്രകടനങ്ങൾ ഇറാനിൽ നടന്നിട്ടുമുണ്ട് ഖമനേയി വധിക്കപ്പെട്ടപ്പോൾ. അതും ഇവിടെ വിസ്മരിക്കപ്പെടുന്നില്ല. ഇറാനെതിരെ ഒരു സൈനിക നീക്കം ഏത് സമയത്തും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടത് തന്നെയായിരുന്നു. പക്ഷേ അത് എത്രത്തോളം വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഉറപ്പുണ്ടായിരുന്നില്ല. ഒറ്റയടിക്ക് ഖമനേയിയും പ്രതിരോധ മന്ത്രിയും സൈനിക തലവനും അടക്കം എല്ലാവരെയും ഇല്ലാതാക്കി ഇറാനെ കീഴടങ്ങാൻ പ്രേരിപ്പിച്ച് അവിടെ തങ്ങളുടേതായ ഒരു ചലിക്കുന്ന പാവയെ കുടിയിരുത്തുക എന്നതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. അഥവാ പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് കീഴടങ്ങി ഇസ്രയേലിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഏകധ്രുവ റെജിം സ്ഥാപിക്കുക.
അതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. ഖമനേയെ കൊന്നാൽ രാജ്യം കീഴടങ്ങുമെന്ന് കരുതിയ ഇസ്രയേലിനും അമേരിക്കയ്ക്കും അവിടെയാണ് പിഴച്ചത്. അവർ കരുതിയതിനും മേലെയായിരുന്നു ഇറാനിലെ കാര്യങ്ങൾ. ഇറാന്റെ രാഷ്ട്രീയ ഭൂമിക അങ്ങനെയാണ്. ഖമനേയി സുപ്രീം ലീഡറാണ് എങ്കിലും അവിടെ കാര്യങ്ങൾ സുപ്രീം ലീഡറുടെ ഏകപക്ഷീയമായ കമാൻഡിൽ അല്ല ചലിക്കുന്നത്. ഭാഗികമായി ഡെമോക്രാറ്റിക്കായ ഇറാന്റെ അധികാര ശ്രേണിക്ക് പല അടരുകളുണ്ട്. അതിൽ മിലിറ്ററിയും പ്രാദേശിക ഭരണകൂടങ്ങളും എല്ലാമുണ്ട്. ചുരുക്കത്തിൽ ഒരു ഖമനേയിൽ തീരുന്നതല്ല ആ രാജ്യത്തിന്റെ അധികാരവും ചെറുത്തുനിൽപ്പും എന്നർത്ഥം.